ഈ ക്രിസ്മസിന് ഒരു ഈസി ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് 1/2 കപ്പ് പാലൊഴിച്ചും 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഡേറ്റ്സ് നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഗോൾഡൻ കളറിലാവുന്നത് വരെ കാരമലൈസ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് 1/4 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ച് 1/2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ സിറപ്പ് റെഡിയാവും. അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഡേറ്റ്സും പാലും കൂടി ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് സ്മൂത്ത് ആവണം എന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം. അതും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം അരച്ചൊരു പേസ്റ്റ് ആക്കി. ഇനി ഒരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, 1/4 കപ്പ് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഡേറ്റ്സും കാരമൽ സിറപ്പും കൂടെ ഉള്ള പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് മൈദ കുറച്ചായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് ഓവർ മിക്സ് ചെയ്യാതെ നല്ലൊരു ബാറ്റർ റെഡിയാക്കുക. ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കുറച്ച് കാഷ്യൂസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചൊരു ലോ ഫ്ലെയിമിൽ 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈസി ഡേറ്റ്സ് കേക്ക് റെഡിയാവും. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതി.